ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ പ്രതിരോധ സേനയെ കുറിച്ച് ഓർക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനമാണ്. അതിനുശേഷമാണ് ഞാൻ പ്രതിരോധ സേനയെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. കൂടാതെ തന്നെ നമുക്ക് നാവിക ദിന ആഘോഷം അടുത്തു വരികയാണ്. ഇന്ന് അതിനോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് തിരുവനന്തപുരത്ത് എത്തുകയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പൊ നമ്മുടെ പ്രതിരോധ സേനയെ കുറിച്ച് അനുജിക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നിത്യ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ ഈ വിമാനം ഹെലികോപ്റ്റർ ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഓടിച്ചെന്ന് ആകാംക്ഷയോടെ കാത്തു നിൽക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ ഈ ഒരു മാധ്യമ പ്രവർത്തനത്തിലേക്ക് ഞാൻ വന്നതിന് ശേഷം ഞാനും കൂടുതൽ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ശേഷം കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങി. എന്തൊക്കെയാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ യുദ്ധ സാമഗ്രികൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ, അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, നിത്യ പറഞ്ഞതുപോലെ തന്നെ നാവികസേനാ ദിനം ആഘോഷിക്കുമ്പോൾ കേരളത്തിന് ഒന്നാകെ സന്തോഷമുള്ള ദിവസമാണെന്ന് കാര്യം നിത്യ തന്നെ പറയും. അതല്ല, ഇന്ന് തിരുവനന്തപുരത്താണ് നാവിക ദിന ആഘോഷം നടക്കുന്നത്. അത് തിരുവനന്തപുരത്ത് പോട്ടെ, കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് നടക്കുന്നത്. അത് ഓരോ കേരളീയന്റെയും ഭാഗ്യമാണ് അടുത്ത് വെച്ച് ഇങ്ങനെ ഒരു അഭ്യാസം കാണാൻ കഴിയുക. അത് നമുക്ക് വേണ്ടി ധീരപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സൈന്യത്തിന്റെ അഭ്യാസം നമുക്ക് നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇന്ന് ദ്രൗപദി മുർമു എത്തുന്നുണ്ട്, അതിന്റെ പരിപാടികൾക്കായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസരം നമുക്കുണ്ടാക്കി തന്നതിന് നമ്മളെ നമ്മുടെ കേന്ദ്ര സർക്കാരിനോട് നന്ദി പറയുകയാണ്. അതെ, നമ്മൾ അഭിമാനിക്കണമല്ലേ ഇത്തരത്തില്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു BJP സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കൂടുതലും ഈ ഒരു പ്രതിരോധ സേനയെ കൂടുതൽ കരുത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അത് മാത്രമല്ല, ഇന്ന് തിരുവനന്തപുരത്തേക്ക് ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ 4-ാം തീയതിയാണ്, ഡിസംബർ 4-നാണ് നാവികസേനാ ദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രസിഡന്റിന് കുറച്ച് തിരക്കുകൾ കാരണമാണ് 3-ാം തീയതിയിലോട്ട് ഇവിടെ നമ്മുടെ ശംഖുമുഖത്ത് പരിപാടികൾ നടത്താൻ തീരുമാനിച്ചത്. അപ്പം വരുന്ന ജനങ്ങൾ അവരൊരു മുൻകരുതലോടെ വരണമെന്നാണ് തോന്നുന്നു അറിയിപ്പുകൾ വന്നത്. അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. കനത്ത യാത്രാ നിയന്ത്രണങ്ങളാണ് വെച്ചിട്ടുള്ളത്. അനുജ കണ്ടായിരുന്നോ ഈ പരിപാടികൾ? പോകാനുള്ള ഒരു സമയം കിട്ടിയില്ല. ഇന്ന് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. നമുക്ക് നമ്മുടെ ഒരു ടീം എല്ലാവരും കൂടി നമുക്ക് അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് പകർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കും അധികം സമയമൊന്നുമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇൻസ്റ്റഗ്രാമിൽ, സോഷ്യൽ മീഡിയയിലെല്ലാം അവിടുത്തെ അഭ്യാസങ്ങളുടെ വീഡിയോ ആയിരുന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പോയി കാണണം, അങ്ങനെ ഒരു ഇത് അടുത്തറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു അവസരമാണ്. അത് നമ്മുടെ മണ്ണിൽ വെച്ച് ഇങ്ങനെ ഒരു അഭ്യാസം നടക്കുന്നത് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. പിന്നെ ഇങ്ങനെ ഒരു ദിനം ആഘോഷിക്കുന്നതിന്റെ പുറകിൽ ഇന്ത്യയുടെ ഒരു ധീരമായ ഒരു പോരാട്ടത്തിന്റെ കഥയുണ്ട്. അതിനെ കുറിച്ച് അത് തീർച്ചയായിട്ടും പല ജനങ്ങൾക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാവികസേന ദിനം ഡിസംബർ 4-ന് ആഘോഷിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം ആൾക്കാരെല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത് കാണുന്നുണ്ട്. അപ്പം കൂടുതലായിട്ടും അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കൂ. അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അത് നമുക്ക് ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന നിമിഷമായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ ശത്രു രാജ്യമാണ്, അല്ലെങ്കിൽ ഇന്ത്യയെ താറടിക്കാൻ നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന്. ആ പാകിസ്ഥാനുമായി ഇന്ത്യ 1971 ഒരു യുദ്ധം നടത്തുകയാണ്. അത് കറാച്ചി തുറമുഖത്ത് വെച്ച് ഓപ്പറേഷൻ ട്രൈജന്റ് എന്നൊരു യുദ്ധം നടത്തുകയും അവിടെ ഇന്ത്യ ധീരമായ ഒരു പോരാട്ടം നടത്തുകയും ചെയ്തിരുന്നു. ആ ധീരമായ പോരാട്ടത്തിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു. ആ പോരാട്ടത്തിൽ നമുക്ക് കുറെ ധീര ജവാന്മാരെ നഷ്ടപ്പെട്ടു. ആ ദിവസത്തെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസംബർ 4-ന് നമ്മൾ നാവിക ദിനം ആഘോഷിക്കുന്നത്. അത് എല്ലാവർക്കും അതിന്റെ ആ ഒരു ഹിസ്റ്ററി അറിയണമെന്നില്ല. അങ്ങനെ അറിയാത്ത കുറച്ച് പേർക്കാണ് നമ്മൾ ഇതൊന്ന് വിശദീകരിച്ചത്. ഇത് ആ ധീര പോരാട്ടത്തെ കുറിച്ച് കുറെ കഥകളുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കും ഭയങ്കര അഭിമാനം തോന്നുന്ന ഇതാണ്. അപ്പോ അതാണ് അതിന്റെ പിന്നിലെ കഥ. അതെ, നമുക്ക് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ജീവൻ രക്ഷിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ഈ ഒരു സേനയ്ക്ക് നമ്മളൊരു അഭിവാദ്യം അർപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരുന്നതാണ്. അത് മാത്രമല്ല, ഇനി നിങ്ങളോട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, 4 മണിക്കാണ് നാവികസേനയുടെ അഭ്യാസ പ്രകടനം നടക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണി മുതൽ തന്നെ ട്രാഫിക് നിയന്ത്രണങ്ങളും കാര്യങ്ങളും തലസ്ഥാന നഗരിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല. സ്റ്റീൽ കുപ്പികളും കുടയും കയ്യിൽ കരുതണം എന്നാണ് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ജാഗ്രതയോടുകൂടി, പാസ് ഇല്ലാത്തവർക്ക് സ്പെഷ്യൽ സെക്ഷൻ, പാസ് ഉള്ളവർക്ക് സ്പെഷ്യൽ സെക്ഷൻ, അങ്ങനെയാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ വരുന്നവരോട് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം അല്ലേ? കാണാൻ ആഗ്രഹമുള്ളവർ നിർബന്ധമായും പോയി കാണുക. കനത്ത ജാഗ്രതയോടെ തന്നെ പോവുക. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ അതൊരു ഭാഗ്യമായി കണ്ടുപോവുക.